എടി ഞാൻ എത്ര പാടുപെട്ടിട്ടാ നിനക്ക് ഈ ജോലി വാങ്ങിച്ചെന്നറിയാമോ? അതിനിപ്പോ എന്ത് പറ്റി? അതിനിപ്പോ എന്ത് പറ്റുന്നു? നിനക്ക് എന്നെ കണ്ട ഒരു ഇസ്മായിലിംഗ് പോലില്ലല്ലോ. ചേട്ടാ മേജരദ്ദേഹം കേൾക്കരുത്. മേജരദ്ദേഹം ബാംഗ്ലൂരിക്കൊന്ന് പോയിക്കോട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. എന്ത് കാണിക്കും? പാക്കിട്ട 12. അയ്യോ, നീ എന്തിനാണോ ഡിസ്റ്റർബ് ചെയ്തത്? അയ്യോ ഞാനും ചെയ്തില്ല. ഇവക്ക് ഇതിനു മുമ്പ് ആരോ ഉണ്ടാക്കി കൊടുത്ത ഡിസ്റ്റർബൻസ് ഞാനാ ഡോക്ടറാണ് ശരിപ്പെടുത്തി കൊടുത്തത്. ലോ സ്റ്റോക്ക് എനിക്ക് ഇഷ്ടമല്ല. ഡു യുവർ ഡ്യൂട്ടി. രാജ. യെസ് ഡാഡി. കം ഓൺ മൈ സൺ. ഓ അരെ ഇന്ന് വേഗം പാടി. അങ്ങേര് പോയി തൊലയട്ടെ. കേട്ടി അവിടെ സമാജത്തിൽ കൂടെ അവനും പോയ ഉള്ളിലേക്ക്. കഴുത നീ ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ടോ? ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മടങ്ങി വരുന്നത് വരെ പറഞ്ഞ കാര്യങ്ങളിൽ അതുപോലെ ചെയ്യണം. വ്യത്യാസം വന്നാൽ അറിയാമല്ലോ. ഒരു വ്യത്യാസവും വരില്ല. ഡാഡി പോയിട്ട് വരണം. അങ്ങൊന്ന് ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് വന്നേച്ചാ മതി. അത്രയ്ക്കൊരു സമാധാനം കിട്ടുമല്ലോ. അല്ല, ഞാൻ അങ്ങൊന്നിന്റെ കാര്യം പറഞ്ഞതാ. രജനി, അച്ഛൻ ബാംഗ്ലൂർക്ക് പോയിരിക്കുക. മാഡത്തോട് ചോദിച്ചിട്ടേ നമുക്ക് പിക്നിക്കിന് പോവാം. ഐ എം സോറി, ഞാൻ വരുന്നില്ല. വാടി വാടി. എന്താ എല്ലാരും കൂടെ? മാഡം, ഇന്ന് ഹോളിഡേ അല്ലേ, ഞങ്ങൾ പിക്നിക്കിന് പോയിക്കോട്ടെ. പോകുന്നതിന് വിരോധമില്ല, പക്ഷെ എനിക്കൂടി വരാൻ സൗകര്യമില്ലാത്തോണ്ട് 5 മണിക്ക് മുൻപ് ഇവിടെ തിരിച്ചെത്തിക്കൊള്ളാം. എത്തിക്കൊള്ളാം. രജനി പോകുന്നില്ലേ? ഇല്ല മേട്ടൻ, എന്നെ കാണാൻ വിനോദം വരും. നീ ചേട്ടനും കാത്തോണ്ട് ഇവിടെ ഇരുന്നോ. രജനി വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ പിന്നെ നിർബന്ധിക്കുന്നത്? നിങ്ങൾ പൊയ്ക്കോളൂ. പോട്ടെടി, വാ. രജനി, ചേട്ടനായിരിക്കും, ഫോൺ എടുത്തു. ഹലോ. ഹായ്, രജനി അല്ലേ? ചേട്ടനല്ലേ? അതെ ചേട്ടാ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഇന്ന് എനിക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ്. ഡാഡി ബാംഗ്ലൂർക്ക് പോയിരിക്കുന്നു. നാളെ വരൂ. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്നിരുന്നിരുന്ന് ബോറടിച്ചു വന്നേ. സാറൊന്നും ഇങ്ങോട്ട് വരൂ. ഞാൻ അങ്ങോട്ട് വരാനോ? ചേട്ടൻ ഇങ്ങോട്ട് വാ ചേട്ടാ, പ്ലീസ്. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, ഞാനിപ്പോ വരാം. വിനോദിന്റെ അടുത്ത് പോകണമായിരിക്കും അല്ലേ? ഒരു ദിവസം പോലും നിങ്ങൾക്ക് കാണാതിരിക്കാൻ വയ്യ. വേഗം ചെല്ലും, സന്ധ്യക്കുണ്ടെങ്കിൽ എത്തേണ്ടതല്ലേ. താങ്ക് യു. പോകാൻ ഡ്രൈവർ. സമയം വൈകിട്ടും രജനെ കാണുന്നില്ലല്ലോ. ചേട്ടനെ കണ്ടാ പിന്നെ ആ കുട്ടിക്ക് സമയത്തെ കുറിച്ചൊന്നും ഓർമ്മ കാണില്ല.
എപ്പോഴും ഇങ്ങനെ താമസിക്കാറില്ല. ഹലോ, മിസ്റ്റർ വിനോദല്ലേ? അതെ. രജനി വിനോദിനെ കാണാൻ വന്നിട്ട് തിരിച്ചു വന്നില്ലല്ലോ. എന്നെ കാണാൻ വന്നോ? നിങ്ങൾ ഫോൺ ചെയ്തുകൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് അയച്ചത്? ഞാൻ ഫോൺ ചെയ്തെന്നോ? എനിക്കൊന്നും അറിയില്ല മാഡം. അവളോട് വന്നിട്ടില്ല. ഞാനിതാ വരുന്നു. രജനി വന്നോ മാഡം? ഇല്ല, ഞങ്ങളെല്ലാം വിഷമിച്ചിരിക്കുകയാണ്. ഞാൻ അവൾക്ക് ഫോൺ ചെയ്തു ആരാ പറഞ്ഞത്? രജനി ഫോണിലൂടെ ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണല്ലോ. ഇതിലെന്തോ ചതിയുണ്ട്. എനിക്ക് അവളെ കാണാൻ തോന്നുമ്പം ഞാൻ ഇങ്ങോട്ടൊന്ന് കാണുന്നല്ലേ പതിവ്. ഒരിക്കലും അങ്ങോട്ട് വിളിക്കാറില്ല. രജനി പോകാവുന്ന ബന്ധുവിടെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ എവിടെ പോകാനാണ്? അതാണ് മനസ്സിലാകാത്തത്. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഞാൻ സെന്റ് മേരീസ് ഹോസ്റ്റലിലെ മേഡറാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ ഹോസ്റ്റലിലെ രജനി എന്നൊരു പെൺകുട്ടിയെ കാണാനില്ല. എന്ത് സംഭവിച്ചു എന്നറിയില്ല. ആ കുട്ടിയുടെ ഫോട്ടോ അഡ്രസ് വല്ലതുണ്ടോ? ഫോട്ടോയോ? ഫോട്ടോയോ അഡ്രസ് ഞാൻ ഉടനെ എത്തിക്കാം. പ്ലീസ് ഒന്ന് വേഗം അന്വേഷിക്കണം. ശരി. എന്റെ രാജേട്ടൻ ഇന്നും ഫോൺ ചെയ്തിരുന്നു. ആ ശബ്ദം കേട്ടാൽ ഞാൻ എന്നെ തന്നെ മറക്കുന്നു. മാഡം, എന്റെ രാജേട്ടനും രജനിയും തമ്മിൽ സ്നേഹമാണ്. രജനിയെ കണ്ടുകിട്ടിയില്ലെങ്കിൽ രാജേട്ടന്റെ ജീവിതവും തകരും. കുട്ടി എൻ്റെ കൂടെ വരൂ. ഹലോ, എന്താ മാഡം? പോലീസ് അന്വേഷിച്ചിട്ടും ഒരു വിവരമില്ലെന്നോ? സാർ, കാപ്പി.